മലപ്പുറത്ത് നിന്ന് CV അനുമോദ്, തിരുവനന്തപുരത്ത് നിന്ന് നിതിൻ മോഹൻ, ന്യൂസ് ഡെസ്കിൽ നിന്ന് അജ്മൽ എന്നിവർ ചേരും. ആദ്യം ഞാൻ അനുമോദിലേക്ക് പോവുകയാണ്. അനുമോദ്, ഈ മലപ്പുറം എപ്പോഴും ഫുട്ബോൾ ആവേശത്തിൽ പേര് കേട്ടതാണല്ലോ. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ആരവം പറഞ്ഞറിയിക്കേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടാകും അവിടെ ലയണൽ മെസ്സിയുടെ കളി കാണാൻ. ഈ റൊണാൾഡോ ഇല്ല, നെയ്മർ ഇല്ല. അപ്പോൾ ഇനി അർജന്റീന ഫാൻസിനോട് കൂടുന്നുണ്ടോ മറ്റ് ടീം അംഗങ്ങൾ? എൽദോ, സത്യം പറഞ്ഞാൽ അർജന്റീനിയൻ ഫാൻസിന്റെ ഒരു അയ്യര് കളിയാണ് മലപ്പുറത്ത് നമുക്ക് പറയേണ്ടി വരും. ഒരു വശത്ത് അർജന്റീന ആരാധകർ, മറുവശത്ത് ഇതുവരെ ഉണ്ടായിരുന്ന പോർച്ചുഗൽ ആരാധകരും ബ്രസീൽ ആരാധകരൊക്കെ ഇന്ന് ഈജിപ്തിന്റെ ആരാധകരായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുക. നമുക്ക് അർജന്റീന ടീമിന്റെ ആരാധകരോട് ചോദിക്കാം, എന്താണ് ഇന്നത്തെ ഒരു പ്രതീക്ഷ? ഇന്നത്തെ പ്രഡിക്ഷൻ എന്താ വെച്ചാല് ഒരു 2 ഗോളിന് ജയിക്കും. മറുപടി ഇല്ലാത്ത 2 ഗോളാവോ അതോ മറുപടി ഇല്ലാത്ത 2 ഗോളോ? ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലെ പോലെ കപ്പവർദ്ധനായിട്ട് കളിച്ച പോലെ ഒരു പ്രസ്സിങ്, ഒരു പുഷൊന്നും പ്രാവശ്യം ഉണ്ടാവില്ല. ഒരു ആഫ്രിക്കൻ ടീമാണ്, പക്ഷെ എന്നിരുന്നാലും ഒരു വല്ലാതൊരു റിസ്ക് ഉണ്ടാവില്ല. ഓക്കെ, കഴിഞ്ഞ മത്സരം കുറച്ച് ടാസ്ക് ആയിരുന്നു. പക്ഷെ അത് ആദ്യമായിട്ടുള്ളൊരു ദേശീയ ടീമിനോട് കളിക്കുമ്പോൾ ഒരു പ്രശ്നമായിരുന്നു. അത് പിന്നെ ഈ കപ്പവർദ്ധ ടീം ആദ്യമായിട്ടാണ് ഇന്റർനാഷണൽ മാച്ച് കളിക്കുന്നത്. അവർ മുമ്പ് പിന്നെ ഫ്രണ്ട്ലി മാച്ച് ഒക്കെ കളിച്ചിട്ടുണ്ട് പോർച്ചുഗലിനായിട്ട്. പക്ഷേ പോർച്ചുഗലിന് ജയിക്കാൻ പറ്റിയില്ല അവരായിട്ടും. അവരെന്ന് പറഞ്ഞാൽ അവർക്ക് ആക്ച്വലി ഒന്നും നഷ്ടപ്പെടാനില്ല. പിന്നെ അവരെ പിന്നെ ഡിഫൻസ് ആയാലും പിന്നെ സെൻറ്റർ ആയാലും സ്ട്രൈക്കേഴ്സ് ആയാലും ഗോൾ കീപ്പർ ആയാലും ഭയങ്കര ഫോം ആയിരുന്നു. അപ്പോൾ അവരെ മാക്സിമം ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു അർജന്റീനക്ക്. അർജന്റീനയുടെ ആരാധകരെന്ന് പറഞ്ഞത് അത് തീർച്ചയായിട്ടും, കാരണം അവർ മാക്സിമം മെസ്സിനെ മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ സ്ട്രൈക്കേഴ്സ് കുറച്ച് ഫോം ഔട്ട് ഉണ്ട് അർജന്റീനയുടെ. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അൽവാരസ്, പിന്നെ മിഡ് കളിക്കുന്ന എൻസോ ഫെർണാണ്ടസ്, പിന്നെ റൈറ്റ് ഔട്ട് കളിക്കുന്ന അൽമാഡ. അപ്പോൾ അവരൊക്കെ കുറച്ച് വീക്കായിരുന്നു. അപ്പോൾ മെസ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കാണുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ മെസ്സിനെ മാർക്ക് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, ഓക്കെ. ഇന്നത്തെ ഒരു കളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത്ര ഒരു റിസ്ക് ഇല്ല. നമ്മൾ പിന്നെ ഓൾറെഡി ഈജിപ്തിനായിട്ട് ഒരു ഫ്രണ്ട്ലി മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അത് 2-0 ജയിച്ചതാണ്. അർജന്റീന എന്തായാലും 2 ഗോളിന് എന്തായാലും ഒന്ന് ജയിക്കും, ഒരു സംശയമില്ല. മിനിമം 2 ഗോൾ അതിൽ മേലക്കുണ്ടെങ്കിലും സ്ഥലം ഒരു ഗോൾ അടിക്കുന്നുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ മെസ്സി ഇന്ന് എന്തായാലും എന്താണ് ഇന്നത്തെ കളിയുടെ പ്രതീക്ഷ? അർജന്റീന അടിക്കും. മെസ്സി ഫാനാണോ? സാധാരണ ഈ കുട്ടികളൊക്കെ CR7 ഫാനാണല്ലോ. വാപ്പാന്റെ നിർബന്ധം കാരണോ? വാപ്പയാണോ? എങ്ങനെയാണ്, എന്താണ് ഇന്നത്തെ കളിയുടെ പ്രതീക്ഷ? ഈജിപ്ത് ജയിക്കുന്ന അർജന്റീന ജയിക്കുന്നു. തനിക്ക് എവിടെയാണെങ്കിലും തിരക്കിലാണ്. അർജന്റീനയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണോ? ടെൻഷനില്ലല്ലോ, ഇന്ന് ഒരു ടെൻഷൻ ഇല്ലാതെ കളി. കാരണം ബ്രസീൽ പുറത്തുപോയി, പോർച്ചുഗൽ പുറത്തുപോയി. നമുക്ക് ഈ ടെൻഷൻ ഇല്ലാതെ പ്രാവശ്യത്തെ വേൾഡ് ഓൾറെഡി ഞങ്ങൾക്ക് ടെൻഷൻ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഒക്കെ നമുക്ക് തന്നെ ഇല്ല, ഒരു ടെൻഷനും ഇല്ല. അത് കേപ്പ് പുറത്തേക്കുള്ള ഒരു മത്സരം ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു. കാരണം അത് ആരാണെന്ന് എങ്ങനെയെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തൊരു ടീം വരുന്നത്. അത് കോച്ച് സ്കൊലാനിക്ക് തന്നെ ഭയങ്കര ടെൻഷനില്ലാത്ത ഒരു ടെൻഷനോട് കൂടിയിട്ടുള്ള ഒരു കളി. പക്ഷെ അതിനൊക്കെ ഒരു തരണം ചെയ്തിട്ട് ഓവർകം ചെയ്തിട്ടുള്ള ഒരു ടീമാണെന്ന് ഇറങ്ങാൻ പോകുന്നത്. ഓ തീർച്ചയായിട്ടും. പക്ഷെ ഈജിപ്തിന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാലും ലൈനപ്പിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ലൈനപ്പിലൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലല്ല, കാരണം അർജന്റീന റൈറ്റ്. അനുമോദാണ് നൽകുന്ന. അനുമോദ്, ഓഡിയോയിൽ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ഞാൻ അനുമോദിലേക്ക് മടങ്ങിയെത്താം. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് നിതിൻ മോഹനും ഉണ്ട്. നിതിനുള്ളത് വഞ്ചൂരിലാണ്. വഞ്ചൂരിലും ഈ ബിഗ് സ്ക്രീനിലൊക്കെ TV മത്സരം പ്രദർശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അനുമോദ്, ക്ഷമിക്കണം നിതിൻ, എന്താണ് വഞ്ചൂരിൽ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയോ? അർജന്റീന ആരാധകരെ ആരെങ്കിലും പിടിക്കാൻ പറ്റിയോ? നിതിന്റെ മുഖത്ത് ഒരു ക്ഷീണമുണ്ട് പോർച്ചുഗൽ പുറത്തായതിന്റെ. ബ്രസീൽ നേരത്തെ പുറത്തായിരുന്നു. ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ആരാധകനായിരുന്നു നിതിൻ. രണ്ടും തീർന്നു. അല്ല, അതിലൊരു ക്ലാരിഫിക്കേഷൻ വരുത്തണം എൽദോ. ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. പക്ഷേ റൊണാൾഡോനോടുള്ള ഇഷ്ടം കാരണം ഇത്തവണ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്തെന്നുള്ളൂ. അപ്പൊ എൽദോ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് വഞ്ചിയൂരാണ്. വഞ്ചിയൂർ കോർട്ടിന് സമീപത്തെ ബിഗ് സ്ക്രീനിലാണ്. അപ്പോൾ ഇവിടെ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധകരൊക്കെ എത്തുന്നതേ ഉള്ളൂ. കാര്യം മത്സരം 9:30-ക്കാണ്. 9:30-ക്കുള്ള മത്സരം. അതുകൊണ്ട് ഇവർ ആദ്യമേ വന്ന് സീറ്റൊക്കെ പിടിച്ച് അവരുടെ കംഫർട്ട് സോണിൽ അവർ ഇരിക്കുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്ക് ഇവിടെ ആരാധകരോട് തന്നെ ചോദിച്ചു നോക്കാം. അർജന്റീന ഫാൻസ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. ഹായ്, അപ്പം ഇന്ന് അർജന്റീനയുടെ ഉറപ്പായിട്ടുള്ള വിജയം തന്നെയാണ്. ഉറപ്പായിട്ടും ഇതുവരെയുള്ള കളിയിലെല്ലാം ജയിച്ചാണ് വന്നത് ഈ വട്ടത്തെ ഫിഫയില്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ടും ഇതും
വിന്നാവും തന്നെയാണ് പ്രതീക്ഷ. മെസ്സി ഇന്ന് ഗോൾ അടിക്കും. ഇതുവരെയുള്ള കളിയിലെല്ലാം മിനിമം ഒരു ഗോളെങ്കിലും അടിച്ചടിച്ചാണല്ലോ വന്നത്. അപ്പൊ എന്തായാലും ഈ വട്ടം കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. പോക്ക് തന്നെയാണ് മെസ്സിയുടെ. എന്നുവെച്ചാൽ ചെറിയ പിള്ളേരുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു ഇതാണ്. മെസ്സിക്ക് വയസ്സായി എന്നാണ് പറയുന്നത്. അങ്ങനല്ല, മീൻസ് 39 വയസ്സായിട്ടും മീൻസ് ഇപ്പൊ റിട്ടയർഡ് ആവുന്ന പ്ലേയേഴ്സിന്റെ കൂടെ ഉള്ള ഒരാളാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പം നോക്കുമ്പം ഇപ്പൊ ഉള്ള എല്ലാവരുടെയും കൂടെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന അതൊരു വലിയ കാര്യം. എൽദോ ആരാധകർ പറയുന്നത് എന്തായാലും മെസ്സി ഇന്ന് ഉറപ്പായിട്ടും ഗോൾ അടിക്കുമെന്നും ഗോൾഡൻ ബൂട്ട് നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും എനിക്ക് വലിയ വിശ്വാസമില്ല. കാര്യം ഫോർസ പോർച്ചുഗൽ. ഞാനിപ്പോൾ നമുക്ക് മറ്റു കുറച്ച് ആരാധകർ നമുക്ക് ഇവിടെ കാണാം. അർജന്റീന എന്താണ് ഇന്ന് ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഈജിപ്റ്റ് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണില്ല. ടൈറ്റ് കളി പ്രതീക്ഷയുണ്ട്. 2-0 അല്ലെങ്കിൽ 2-1 ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് സല നല്ലൊരു പ്ലെയർ ആണ്. എന്തായാലും മെസ്സിയോടൊപ്പം തന്നെ ഇപ്പം പറയുന്ന ഇംഗ്ലീഷ് ലീഗിലൊക്കെ ഒരുപാട് ഗോളുകൾ നേടിയ ഒരു താരമാണ് മുഹമ്മദ് സല. അപ്പൊ ഈജിപ്തിനെ നമുക്ക് താഴ്ത്തി കളയാൻ സാധിക്കില്ല. ഇല്ല, ഒരിക്കലും പ്രതീക്ഷിക്കും അങ്ങനെ പറയാനില്ല. കാരണം മുഹമ്മദ് സല മെസ്സിയെ പോലെ തന്നെ ഗോൾ അടിക്കാൻ പറ്റിയ പ്ലെയറാണ്. കാരണം പുള്ളിക്കാരന്റെ അവിടെ ഏത് ആംഗിളിൽ നിന്ന് ബോൾ ഇട്ടാലും പുള്ളിക്കാരൻ സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ട് നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പൊ തന്നെ നമുക്കറിയാം ഒരുപാട് ഇപ്പം നെതർലാൻഡ്സ് ഒക്കെ കപ്പടിക്കുമെന്ന് പ്രെഡിക്ട് ചെയ്ത ഒരു വേൾഡ് കപ്പിനാണ്. നെതർലാൻഡ്സിന്റെ ടീമും അത്രയും മികച്ചൊരു ടീം തന്നെയായിരുന്നു. എന്നിട്ടും വലിയ വലിയ ടീമുകൾ പുറത്താവുകയാണ്. അപ്പം അട്ടിമറി വിജയത്തിനാണ് ഈജിപ്ത് നിൽക്കുന്നത്. അപ്പം അവര് വിജയിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് ഈജിപ്റ്റ് ജയിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. പക്ഷേ നമ്മൾ ഈജിപ്റ്റ് ജയിക്കാൻ വേണ്ടി ബ്രസീൽ ഫാൻസും പോർച്ചുഗൽ ഫാൻസും ഇവിടെ ഇഷ്ടം പോലെ വരും. അതുകൊണ്ട് ഇന്ന് ഭയങ്കര ബഹളമായിരിക്കും. ഈജിപ്റ്റ് ഒരു ഗോൾ അടിച്ചാൽ ഫാൻസും തോൽവിയിൽ ഭയങ്കര നിരാശയിലിരിക്കുന്നത്. അപ്പൊ അർജന്റീന തോറ്റുകൂടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സമാധാനവും. അതെ, അതിനുവേണ്ടിയാണ് ഇന്ന് ഫുള്ള് ഇവിടെ നമുക്ക് ജനക്കൂട്ടമായിരിക്കും. എന്റെ പൊന്നു ചേട്ടാ, അതുപോലെ തന്നെയാണ് മൈക്കുമായി നിൽക്കുന്ന നിതിൻ മോഹനും പോർച്ചുഗലിനും ബ്രസീലിനും വേണ്ടി വാദിക്കുന്ന ആളാണ്. അർജന്റീനയുടെ അഭിപ്രായം തേടുന്നത് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ആളുകൾ എല്ലാവരും വരും. അവര് കളിച്ചു കഴിഞ്ഞ പിന്നെ തോക്കേണ്ട ആവശ്യമില്ലല്ലോ. ബ്രസീൽ ഫാനാണല്ലേ? അല്ല, പോർച്ചുഗൽ ഫാനാണ്. പോർച്ചുഗൽ ഫാനാണ്. ഇന്നലെ വരണമായിരുന്നു നിങ്ങള്. മാത്രമല്ല ഇവിടെ ഒരു റൊണാൾഡോ ഫാനെ റൊണാൾഡോ റൊണാൾഡോ ഇന്ന് കഴിയും. യൂറോ കപ്പ് മതി. 4 സ്റ്റാർ ഇവിടെ കയറി 20-ാം തീയതി. 4 സ്റ്റാർ ജേഴ്സിയിൽ അവർ ഒരു സ്റ്റാറിനും കൂടിയുള്ള ഇടം ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഉറപ്പായിട്ടും ഇത്തവണത്തെ വേൾഡ് കപ്പ് വീണ്ടും ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരായ അർജന്റീന നേടുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ മറ്റൊരു ആരാധകനെ കാണാൻ ആദ്യമേ വന്ന് സീറ്റ് പിടിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കുക. 2 ഗോൾ ഇന്ന് ഉറപ്പാ. ഉറപ്പ് 2 മെസ്സി ഉറപ്പ്. അപ്പം അർജന്റീന ഇത്തവണ കപ്പടിക്കും എന്നുള്ള കാര്യം അത് ഉറപ്പാ. അപ്പൊ എന്തായാലും എൽദോ എനിക്കതിൽ വലിയ ആവേശമൊന്നുമില്ല. കാര്യം എൽദോയ്ക്ക് അറിയാവുന്ന പോലെ ഞാനൊരു ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ ആയതുകൊണ്ടും നമ്മുടെ രാജാവിന് കിട്ടാത്ത കപ്പ് രണ്ടാമത്തെ തവണയും വീണ്ടും മറ്റൊരു രാജാവിന് കിട്ടണ്ട. മറ്റൊരു കാഴ്ച പറയുന്ന ഒരു പേരുണ്ട്, ബ്രോച്ചുഗൽ എന്ന്. ഈ ബ്രോച്ചുഗൽ ആരാധകൻ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സാമ്പിൾ ആണ് ആ നിൽക്കുന്ന റിപ്പോർട്ടിങ്ങിന് പോയിരിക്കുന്ന നിതിൻ മോഹൻ. കാരണം ആദ്യം റിപ്പോർട്ടിംഗ് ലൈവിൽ തത്സമയം ആദ്യം നിതിൻ പറഞ്ഞത് ഞാനൊരു ബ്രസീൽ ഫാനാണെന്നാണ്. ഇപ്പോൾ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഫാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.